ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ദാമോദര ചാക്യാർ. ബഹിഷ്കൃത ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ ബി.ആർ. അംബേദ്കർ. വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ സി സമാധാനം ഭൂമി അപ്പം. ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആഭ്യന്തര മന്ത്രാലയം. താഴെ പറയുന്ന ഏത് മർദ്ദ വലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ വലയം. താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2 3 2 താപ്തി 3 നർമ്മദ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി PG ജലസേചന പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആക്സിയം ദൗത്യം 4. പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമല്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 10ാം പദ്ധതി. ബാക്കിയുള്ളവ ശരിയായവയാണ്. 8ാം പദ്ധതി സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്ഥിരതയും. 12ാം പദ്ധതി വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. 9ാം പദ്ധതി സാമൂഹിക നീതിയും സമത്വവുമുള്ള വളർച്ച. 10ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ഓപ്ഷൻ ബി സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. 11 രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? ഓപ്ഷൻ ഡി 18%. 12 ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സ്ഥാപനങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി പഞ്ചാബ് ഹരിയാന. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരള നിയുക്ത നിയമനിർമ്മാണ ഉപയോഗത്തിന്റെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1 4 മാത്രം. 1 പ്രാപ്തമായ നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. 4 കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാത്ത പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിന്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് അധികാരികളുടെ റോളുകളുമായി ശരിയായ പൊരുത്തം? ഓപ്ഷൻ ബി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണത്തിൽ പങ്ക്, ജില്ലാതല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സേനയുമായി ഏകോപിപ്പിക്കുക. സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണത്തിലേക്ക്
ദുരന്ത സാധ്യത ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായി ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ സി, ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. 16ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ, 2ഉം 3ഉം മാത്രം. 2, KSEBയുടെ ഉപദേശക പങ്ക് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. 3, KSEBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഈ ഗവേണൻസ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിന്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, 1, 2, 4 മാത്രം. 1, വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഈ ഗവേണൻസിന്റെ സംയോജനം. 2, ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ. 4, പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. 18ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകൾ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ബി, 1, 3, 4 മാത്രം. 19, ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളവ. 1, ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിന്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുക ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണസവിശേഷതകൾ നൽകിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, 1ഉം 4ഉമാണ് ശരിയല്ലാത്തത്, 2ഉം 3ഉമാണ് ശരിയായവ. 2, ഇത് വരെയുള്ളതും അനിയന്ത്രിതവുമാണ്. ഇത് ഓട്ടോണമിക് നാഡീനാരുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന കോമ്പിനേഷനുകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, തയാമിൻ ബെറിബെറി, കാൽസിഫെറോൾ റിക്കറ്റുകൾ, റെറ്റിനോൾ, നൈക്റ്റിലോപ്പിയ, വിറ്റാമിൻ സി, സ്കർവി, നിയാസിനാമൈഡ്, പെല്ലഗ്ര. 22ാമത്തെ ക്വസ്റ്റ്യൻ, അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം ശരി. 2, ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ്. 3, സിസ്റ്റീൻ, മെഥയോനിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്.
23-ാമത്തെ ക്വസ്റ്റ്യൻ പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം ശരി. 1 ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം. 2 പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. 24-ാമത്തെ ക്വസ്റ്റ്യൻ കാല അസർ രോഗം മൂലമുണ്ടാകുന്നത്. ഓപ്ഷൻ ഡി ലിഷ്മാനിയ ഡോണോവാനി. 25 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. നയനാമൃതം 2.0 കേരള സർക്കാരിന്റെ ഒരു AI പവർ നേത്ര പരിശോധന സംരംഭമാണ്. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട് മാക്കുലർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടെയുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. റെമിഡിയോയുടെ AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന നയനാമൃതം 2.0. 26 ഉത്തരം മാത്രം പറഞ്ഞു പോവാം. 26 ഓപ്ഷൻ സി. 27 ഓപ്ഷൻ ഡി. 28 ഓപ്ഷൻ എ. 29 ഓപ്ഷൻ ബി. 30 ഓപ്ഷൻ ഡി. 31 ഓപ്ഷൻ ബി. 32 ഓപ്ഷൻ സി. 33 ഓപ്ഷൻ സി. 34 ഓപ്ഷൻ എ. 35 ഓപ്ഷൻ ബി. 36 ഓപ്ഷൻ ഡി. 36 സമ്മതമില്ലാതെ ഡേഷിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. ഓപ്ഷൻ ഡി നിയമപരമായ രക്ഷാധികാരി. 37 താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിൽ ഘടകമല്ലാത്തത്? ഓപ്ഷൻ ബി സമ്മതം. 38 മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ഓപ്ഷൻ ഡി എ, ബി, സി. എ, ബി അല്ലെങ്കിൽ സി. 39 താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ഓപ്ഷൻ സി ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. 40 സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 2, 3, 4 എന്നിവ ശരിയാണ്. 41 BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും. 42 വാറന്റ് കേസ് എന്നാൽ? ഓപ്ഷൻ ഡി വധശിക്ഷ, ജീവപര്യന്തരം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം.
43 FIRന് സാധുവായ ആവശ്യകതയല്ല. ഓപ്ഷൻ സി കുറ്റകൃത്യത്തിന് ഇരയായാൽ അത് നൽകണം. 44 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പരാതി. 45 താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യതയുണ്ട്. ഓപ്ഷൻ ഡി വ്യാജ നാണയങ്ങൾ നിർമ്മിക്കൽ. 46 ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി കോടതി അനുവദിച്ച വാമൊഴി പ്രസ്താവനകളും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകളും തെളിവിൽ ഉൾപ്പെടുന്നു. 47 ഒരു സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ബിയും ഐയും സിയെ കൊലപ്പെടുത്തി. എ എന്ന എയുടെ കുറ്റസമ്മതം എയും ബിയും സംയുക്തമായി കുറ്റം ചുമത്തിയാൽ മാത്രമേ ബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ. 48 നിയമസാധുത പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമാനുസൃത മകനാണെന്ന് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും എയെ ബിയുടെ മകനായി സ്ഥിരമായി പരിഗണിച്ചിരിക്കുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം ഈ തെളിവിന്റെ സ്വീകാര്യതയെ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അറിവുള്ള കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം അത്തരമൊരു ബന്ധത്തിന്റെ നിലനിൽപ്പ് കണക്കാക്കുന്നതിന് പ്രസക്തമാണ്. 49 ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു. അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കണക്കാക്കുന്നു. 2023 ഭാരതീയ സാക്ഷി അധിനിവേശത്തിന്റെ സെക്ഷൻ 30 പ്രകാരം കോടതി ഈ ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കും? ഓപ്ഷൻ എ പൊതുവിൽപ്പനയ്ക്കായി സാധാരണയായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷി അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാകുന്നത്? ഓപ്ഷൻ ബി കണ്ടെത്തിയ വസ്തുതയുമായി വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ഭാഗം മാത്രം. 51 വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ ഏത് വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 8. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവരാപേക്ഷ ഡേഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഓപ്ഷൻ സി ഇത് പകർപ്പ് അവകാശത്തെ ലംഘിക്കുന്നു. 53 2005 വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? ഓപ്ഷൻ സി മൂന്നാം കക്ഷി വിവരങ്ങൾ. 54 ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 100. 55 ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കാം? ഓപ്ഷൻ ബി 60 ദിവസം. 56-ാമത്തെ ക്വസ്റ്റ്യൻ 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 279A. 57 ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരു സഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 86.
അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻ എ 44-ാം ഭേദഗതി. 59. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി നിയമപ്രകാരം പാർലമെന്റ്. 60. 105-ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി ഒബിസികളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. 61. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവായ വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചന നിർദ്ദേശിക്കേണ്ടതാണ്. ഓപ്ഷൻ എ ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. 62. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥ പ്രകാരം ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ സെക്ഷൻ 66C മോഷണം തിരിച്ചറിയുക. സെക്ഷൻ 66D ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66E സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66F സൈബർ ഭീകരത. 63. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ഓപ്ഷൻ ബി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ഡിജിറ്റൽ റുപ്പി. 65. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ ബി 2-ാം ഷെഡ്യൂൾ. 66. ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പർ എത്ര അക്കങ്ങൾ ഉണ്ട്? ഓപ്ഷൻ സി 15 അക്കങ്ങൾ. 67. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. 68. താഴെ പറയുന്നവയിൽ ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം ഏതാണ്? ഓപ്ഷൻ എ DDoS. 69. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ്? ഓപ്ഷൻ ഡി സെക്ഷൻ 65. 70. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ അല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിക്കുന്നു. ഓപ്ഷൻ എ ഡൈബോൾഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 5. വാണിജ്യ നികുതി കമ്മീഷണർ. 71. ഏത് നവ ഫ്രോയിഡിനാണ് സാമൂഹിക ഘടകങ്ങൾ പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളുള്ള ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്? ഓപ്ഷൻ സി ആൽഫ്രഡ് അഡ്ലർ. 72. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു? ഓപ്ഷൻ സി ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. 73. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിംഗ് ചെലവുകൾ സംഭവിക്കുന്നു കാരണം? ഓപ്ഷൻ ബി ജോലികൾക്കിടയിലെ ശ്രദ്ധ മാറ്റൽ. 74. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്താൻ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ ബി വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന്റെ ആഴം. 75. ഫ്ലിൻ പ്രഭാവം എന്താണ്? ഓപ്ഷൻ എ കാലക്രമേണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്.
76 ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിനൊരു ഉദാഹരണമാണ് ഓപ്ഷൻ എ വൈകാരിക പകർച്ചവ്യാധി. 77 ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലി തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി വിശ്രമ വിദ്യകൾ പഠിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. 78 ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിനൊരു ഉദാഹരണം ഓപ്ഷൻ എ സ്വയം നിറവേറ്റുന്ന പ്രവചനം. 79 മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ സ്തംഭനാവസ്ഥ. 80 പാരമ്പര്യാനന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്. ഓപ്ഷൻ ഡി അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. 81 ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? 91 ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി വിമ്മിട്ട്. 92 അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക. 93 മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി മഹച്ചരിതം. 94 വണ്ട് എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ പിപ്പീലിക. ഭ്രമരം, ഭ്രംഗം, അളി എന്നിവ വണ്ടിന്റെ പര്യായപദങ്ങളാണ്. 95 ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. 96 ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി സ്പൃഷ്ണീയം. 97 ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി നമ്മൾ. 98 കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. 99 ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ദിക് പ്ലസ് മുഖം. 100 ബ്രേവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം. ഓപ്ഷൻ സി സംക്ഷിപ്തത.